എടി നീ കരയാതെ കാര്യം പറ. എടാ, ഞാനീ പറയുന്ന കാര്യം നീ അല്ലാതെ വേറെ ആരും അറിയരുത്. എനിക്കൊന്നും പറയാൻ വേറെ ആരും ഇല്ല. നീ കാര്യം പറ. ഇന്ന് എന്തായി? പഠിപ്പിച്ച കാര്യമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിന് നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് കൊടുക്കാൻ വയ്യാത്തല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ചേട്ടാ, ഇതെന്തോന്ന് നോക്കാമോ? ഏതാ? ഇവിടെ കൊണ്ടുവന്നേ. എന്നിട്ട് നീ പ്രതികരിച്ചില്ലേ? ഞാൻ എങ്ങനെ പ്രതികരിക്കാനാടാ? എനിക്ക് പേടിയാ. എനിക്ക് എല്ലാരെയും പേടിയാ. നീ ഇതിന് ഹസ്ബൻഡിനോട് പറഞ്ഞോ? അയ്യോ ഇല്ല. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ ഞാൻ പോയി ചോദിക്കട്ടെ? അയ്യോ വേണ്ടടാ. ഇനി നീയെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇനി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അത് പ്രശ്നമാവും. എനിക്ക് എന്നെ പറ്റി വേറൊരാൾ മോശമായിട്ട് പറയുന്നത് ഇഷ്ടമല്ലടാ. നീ എൻ്റെ നല്ലൊരു ഫ്രണ്ട് അല്ലേടാ. ഇതെല്ലാം കേട്ടിട്ടെ അവനെ കരണൊടിച്ച് പൊട്ടിക്കാൻ വേണ്ടുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ചേട്ടനോട് പറ. പക്ഷെ അയാളത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. ആ, ഞാൻ ചേട്ടനോട് പറയാം. നീ പറഞ്ഞതുള്ളയാണോ? അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ. എന്റെ പെണ്ണിനെ കയറി പിടിച്ചതല്ലേ. അയ്യോ, പ്രശ്നത്തിനൊന്നും പോകണ്ട ചേട്ടാ. അവന് നല്ലൊരു പണി എൻ്റെ കയ്യിലുണ്ട്, നീ നോക്കിക്കോ. ചേട്ടാ ഒന്നും വേണ്ട ചേട്ടാ. നീ അവനോട് ഇനി മിണ്ടാൻ പോണ്ട. ഞാൻ മിണ്ടണെന്ന് പറഞ്ഞ അപ്പ ചേട്ടനോ? എനിക്ക് മിണ്ടണം, കാരണം അവൻ എന്നെ അല്ലല്ലോ പിടിച്ചേ, നിന്നെ ഇല്ല. എന്നെ പിടിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം. നമ്മൾ രണ്ട് വ്യക്തികളില്ലേ. ഞാൻ തന്നെ ചുമ്മാ അവനെ വെറുതെ പണക്കുന്നേ. പക്ഷേ ഞാൻ അവനെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തോ കഴിയാൻ തുണി വല്ലതും ഉണ്ടോടാ? ആ, മഴ വരുന്നു, എടുത്ത് കല്ലിന്റെ പുറത്തോട്ട് വെച്ചു. അയ്യേ, അയാൾ അങ്ങനെയാണോ പറഞ്ഞേ? ഇങ്ങനെയെങ്കിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേനെ. കിഴങ്ങൻ. നിവിനെ, എൻ്റെ ചേട്ടനെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. വരണേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. വരണേട്ടനെ വേറെ ആൾ ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടനെ നന്നായിട്ട് തന്നെയാണ് കെയർ ചെയ്യുന്നത്. എടി, സ്വന്തം ഭാര്യയെ കയറി പിടിച്ചിട്ട് ഇങ്ങനെയാണോ പറയുന്നത്? വരണേട്ടന് ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാക്കാത്തത്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പിന്നെ കെയറിങ്, നീ ഈ പറഞ്ഞ സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഷോ അതൊക്കെ. വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നുണ്ട്. എനിക്കുള്ള പൈസയും ചെലവും എല്ലാം തരുന്നുണ്ട്. അതുകൊണ്ട് അയാളുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയേനെ. എനിക്കൊരു ലോട്ടറി കിട്ടുമായിരുന്നെങ്കിലുണ്ടല്ലോ, ആദ്യം ഞാൻ അയാളെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി മാറി താമസിച്ചേനെ. അതാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഭാര്യ കയറി പിടിച്ചവനോട് ഇങ്ങനെയാണോ അയാൾ പറയുന്നത്? അയാൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? വൃത്തിയായിട്ട മനുഷ്യൻ. എന്നാലും എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പാവം വരണേട്ട്. ആ പിന്നെ അയാൾ അങ്ങനെ ചെയ്തതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇനി 3-4 ദിവസത്തേക്ക് നിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. 3-4 ദിവസമോ? സൂപ്പർ മാർക്കറ്റ് വരെ പോകാൻ എന്തിനാ 3-4 ദിവസം? സൂപ്പർ മാർക്കറ്റോ? ആ, അയാൾ എന്നെ കയറി പിടിച്ചതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി അടുക്കള സാധനങ്ങളും കുറച്ച് തുമരയും പരിപ്പും ഉരുന്നും ഒക്കെ വാങ്ങിച്ചു തരാമെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോവാം. അയ്യോ, സമയം ഒത്തിരി ആയെന്ന് തോന്നല്ലോ. ഞാൻ പോട്ടെ. കയറി പിടിച്ചതിന് പരിപ്പോ?
പൊന്നു എന്തെടുക്കുക? ഞാനേ ഇതിലും വലിയ കപ്പുണ്ടോ എന്ന് നോക്കിയതാ, കപ്പില്ല. പിന്നെ ഇതെന്തോ ഇതോ? ഇത് എന്തിനാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ 2-3 ഉണ്ട്. ഇതായാലും ഇതോടെ വെച്ചോ. മോക്ക് ഇഷ്ടപ്പെട്ട കളറല്ലേ? പിങ്ക്. ബേബി പിങ്ക്. അളിയ അളിയ എവിടെ അളിയ? അളിയെ ക്ലബിലൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ കുറച്ച് തിരക്കായി പോയി. പനി എന്തെങ്കിലും? ഹാപ്പിയാ. അളിയന് ഇപ്പോൾ ഫാമിലിയായിട്ട് ഇറങ്ങിയാന്നോ? ആ, ഫാമിലിയോട് ഇറങ്ങിയതാ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? എന്തെങ്കിലും അപ്ഡേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് അറിയിക്കാൻ പറ. എൻ്റെ പൊന്നളിയ അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു താനം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനില്ലല്ലോ. എന്ത് അളിയനും പ്രസിഡന്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. അവരുടെ പരിപാടികൾ മൊത്തം ഞാനായിരുന്നു കവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പം എനിക്ക് തരുന്നില്ല. അളിയ പ്രസിഡന്റായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. പിന്നെ ഈ അത്യാവശ്യം റിലാക്സ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ജോലി അളിയൻ്റെ കമ്പനിയിലുണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം തരണം. അല്ലെങ്കിൽ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഡിറ്റിങ്ങും പരിപാടികളും ഒക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ കയ്യിൽ. പക്ഷേ അളിയൻ എഡിറ്റിംഗ് ഒക്കെ അറിയാമോ? ഇല്ല. ഇല്ല. അതിപ്പം എഡിറ്റിംഗ് അറിയാതെ ഇപ്പം ഞാനെന്തോ അളിയന് ജോലി ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, ഇരുന്നുള്ള ജോലിയില്ല, റിസപ്ഷനിൽ എന്തെങ്കിലും പരിപാടി മതി, അത് വേണം സെറ്റ് ചെയ്യാം. അളിയൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് പരിഹരിച്ചു തരാം. ബാ. എടി നിന്റെ ഭർത്താവിന് തലക്കൽ കുഴപ്പമുണ്ടോ? എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വീട്ടില്ല കേട്ടോ. ഞാൻ കലിപ്പിച്ചൊരു നോട്ടം അങ്ങോട്ട് നോക്കി. കണ്ടോ? കണ്ടില്ലടാ. ഞാൻ പുറകിൽ നിന്ന് സൈഡിൽ നിന്ന് വല്ലതും നോക്കി. അവസാനം എനിക്ക് ഇവിടെയൊക്കെ വേദന എടുത്തപ്പോഴത്തേക്കും ഞാനങ്ങ് നിർത്തി. എന്തൊരു വേദനയായിരുന്നു. എടാ എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ? നിന്നോട് രക്ഷപ്പെടുന്നു. എനിക്കറിയത്തില്ലടാ, പണ്ട് തൊട്ടേ ഇങ്ങനെയാ. ചെയ്യാത്ത തെറ്റിന് ഞാൻ എപ്പോഴും കുറ്റം കേൾക്കും. എന്താന്നറിയത്തില്ല, വല്ലാത്തൊരു വിധി തന്നെ. അതെ അതെ, ഇവരെ എനിക്കിഷ്ടമല്ല. എനിക്കിവരെ. എടാ എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് തരുമോ? എന്നെ കൊണ്ടങ്ങ് വയ്യ. പോണേ അവിടുന്ന്. എടാ നീ അവന്റെ സ്റ്റാറ്റസ് കണ്ടോ? ആരുടെ? എടാ സുധീഷേന്റെ സ്റ്റാറ്റസ് കണ്ടോന്ന്? ഇല്ല. എന്റെ ഫോട്ടോ ഇട്ടേക്കുന്നു. നിന്റെയോ? സ്റ്റാറ്റസ് ആയിട്ടും പോസ്റ്റ് ആയിട്ടും എന്നോട് ചോദിക്കാതെ, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ, അനുവാദം ചോദിക്കാതെ. നീ വിഷമിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. നീ ഫോൺ വെക്ക്. എന്താ ബ്രോ നിങ്ങൾക്ക്? എന്താണ് കാര്യം? നീ എന്തിനാടാ അവിടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നേ? ആരുടെ ഫോട്ടോ? എടാ പ്രിയയുടെ ഫോട്ടോ. അതിനെന്താ ബ്രോ? അതിനെന്താണ്? ഇനി അവിടെ അനുവാദമില്ല, നീ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന അറിഞ്ഞോ? നിന്നെ കൊന്നോളാം ഞാൻ കേട്ടോ. ബ്രോ അത് ഞാനെടുത്ത ഫോട്ടോ, അതെനിക്ക് ഇട്ടൂടെ? എടാ പണ്ടെങ്ങാണ്ട് നീ അവിടെ ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് അത് ഇപ്പോഴും ഉണ്ടാക്കാൻ വരുന്നതെന്ന്. എൻ്റെ ബ്രോ പണ്ടല്ലത്, കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കഴിഞ്ഞ ദിവസവും? ഓ കഴിഞ്ഞ ദിവസം എന്നോട് വന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇടാൻ ഫോട്ടോ ഇല്ല ചേട്ടാ, ഫോട്ടോ എടുത്തു തരാം. 3000 രൂപ എനിക്ക് തന്നു. ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. അതിലൊരു ഫോട്ടോ ഇല്ല ഞാൻ ഇട്ടേക്കുന്നേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രോയിന്? ഒരു പ്രശ്നവുമില്ല. എന്താടാ? അവനാണോ നിന്റെ ഫോട്ടോ എടുത്തത്? ആന്നു. പിന്നെ എന്തിനാ എന്നെ വിളിച്ച് പറഞ്ഞത്? സ്റ്റാറ്റസും ഇട്ടു, പോസ്റ്റും ചെയ്തു.
പക്ഷെ എന്നെ ഒന്ന് കൊളാബ് ചെയ്തൂടെ? എന്തുകൊണ്ട് എന്നെ കൊളാബ് ചെയ്യാൻ? ഞാനൊരു 3000 രൂപ കൊടുത്തല്ലേ? അയാളുടെ പേജിന് റീച്ച് ഉണ്ട്, എന്റെ പേജിൽ അത്രയും കൂടെ ഫോളോവേഴ്സിനെ കിട്ടത്തില്ലേ? എടി നീ എന്തിനാടി വിളിച്ചു പറഞ്ഞത്? എനിക്ക് എന്തെങ്കിലും വിഷമമാണെങ്കിൽ നിന്നോടല്ലേ പറയുന്നത്, അല്ലാതെ എന്റെ ഭർത്താവിനോട് പോയി പറയാൻ പറ്റുമോ? നീ എന്തിനാ അവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയത്? പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്തതാ എനിക്കെന്ന്? നീ എടുത്തു തന്നോ? ഇല്ലല്ലോ. എനിക്ക് ഫോട്ടോ എടുത്തു തരാൻ ആരുമില്ല, അതുകൊണ്ടാ സുധീഷ് എന്റെ കാല് ഞാൻ പിടിച്ചത്. എടി എടി അവൻ നിന്നെ കയറി പിടിച്ചതല്ലേടി? അത് ഒത്തിരി നാള് മുന്നല്ലേടാ? എടി 3 ആഴ്ച ആയതേ ഉള്ളൂ. 3 ആഴ്ചയായില്ലേ? മനുഷ്യന്മാരൊക്കെ എത്ര നാള് ജീവിക്കാനാ? നമ്മൾ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം, പൊറുക്കേണ്ടടുത്ത് പൊറുക്കണം. ഞാൻ അതല്ലേ ചെയ്തുള്ളൂ. അയാൾ അങ്ങനെ എന്നെ കയറി പിടിച്ച കാര്യം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കല്ലേടാ നാണക്കേട്. അപ്പോൾ ഞാനങ്ങ് മിണ്ടാതെ അങ്ങ് സഹിച്ചങ്ങ് നിന്ന് കൊടുത്ത് 3000 രൂപയും കൊടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. എന്റെ പൊന്നു ബ്രോ, എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്ന? പട്ടിയെ തല്ലുന്ന എന്റെ കൂട്ട് ഞാൻ എന്ത് ചെയ്ത്? എടാ അവളൊരു പൊട്ടിയാ, അവളാണോ നീയേ? ഇതൊരു കുടുംബമുള്ളയില്ലോടാ. ഞാൻ എന്താ ബ്രോ ചെയ്തേ? എടാ നീ അവളെ കയറി പിടിച്ചതാന്നോ? ഇത് പോലീസിൽ പറയാൻ വന്നപ്പോഴേ അവളാ പറഞ്ഞ പറയണ്ടെന്ന് എന്നെ കാല് പിടിച്ചു. ഇല്ലെങ്കിൽ നീ പകത്തി കിടന്നേനെ, അറിയോ? ഞാൻ പിടിച്ചെന്നോ? ആ നീ തന്നെ. അങ്ങനെയാണോ ബ്രോയോട് പറഞ്ഞു വെച്ചേക്കുന്നത്? അതെ. എന്നാ ശരിക്കും എന്താ നടന്നെന്ന് ബ്രോയ്ക്ക് അറിയോ? ചേട്ടാ, ഇതെന്തോന്ന് നോക്കാമോ? ഏതാ? ഇവിടെ കൊണ്ടുവന്നേ. ഓഹോ, അപ്പൊ ഇതാണല്ലേ പരിപാടി? രണ്ടുപേരും ക്ലാസ് ഒന്നും പറഞ്ഞ്. ചേച്ചി ഞാനൊന്നും ചെയ്തില്ല ചേച്ചി. ഇയാള് ഇറങ്ങണി വെളിയില്. വെറുതെ കഥ ഉണ്ടെങ്കിൽ പറയല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ അവള് നിങ്ങൾ മിണ്ടുമായിരുന്നല്ലോ. നിങ്ങൾ മിണ്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, മിണ്ടുന്നില്ല. അവള് സത്യസന്ധയാ. പിന്നെ എന്തിനാണ് കള്ളത്തരം പറയുന്നത്? അവള് മിണ്ടാത്തത് വേറൊന്നുമല്ല, എൻ്റെ ഭാര്യ വരുന്ന കാര്യം എനിക്ക് മുൻകൂട്ടി അവളോട് പറയാൻ പറ്റിയില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ പറയും, എടി അവൾ താഴെയുണ്ട്, സൂക്ഷിച്ച് കണ്ടൊക്കെ ഇരിക്കണേന്ന്. കൈവിട്ടുപോയി, ഞാൻ എന്തോ ചെയ്യാനാ? ഇപ്പോഴത് എൻ്റെ പെണ്ണുപിള്ള ഗൾഫിൽ പോയി, അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കണ്ട, സേഫാ. ബ്രോ എന്താ നോക്കുന്നേ? ബ്രോയുടെ ഫോൺ അടിക്കുന്നു. ഫോൺ അടിക്കുന്നു. അവളാണല്ലോ. എന്താ? എടാ സുധീഷേട്ടൻ പിന്നെയും ഫോട്ടോ ഇട്ടടാ. എന്നെ മെൻഷനും ചെയ്തില്ല, കൊളാബും ചെയ്തിട്ടില്ല. വെച്ചിട്ട് പോടി പുല്ലേ. എല്ലാരും ഇങ്ങനെ, നീയും ഇങ്ങനെ. ആർക്കും ഇഷ്ടമല്ല. പാവം വരണേ. എന്നെ പോരെ. പട്ടിക്ക് ഇഷ്ടമല്ല. പോ അങ്ങോട്ട്.